നമസ്കാരം. പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പ്. ശ്രീകൃഷ്ണപുരത്ത് പണം നഷ്ടപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇവിടെ മാത്രം ലഭിച്ചത് 600ഓളം പരാതികൾ. തട്ടിപ്പ് നടന്നത് കോട്ടപ്പുറത്തെ IRDC, കടമ്പഴിപ്പുറത്തെ ICDC ഓഫീസുകൾ വഴി. കാഞ്ഞിരപ്പുഴയിലെ അമ്യൂസ്മെന്റ് പാർക്കിനെതിരെ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന അഴിമതി ആരോപണം അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് CPM കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റികൾ. കരാർ ഉൾപ്പെടെ എല്ലാം സുതാര്യമെന്നും രേഖകൾ വിവരാവകാശം വഴി പരിശോധിക്കാമെന്നും നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലത്ത് വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രഖ്യാപിച്ച നഗരസഭാ മാർച്ചിന് ഐക്യദാർഢ്യവുമായി ചേംബർ ഓഫ് കൊമേഴ്സും ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ വ്യാപാരികളെ അർഹമായ രീതിയിൽ പുനരധിവസിപ്പിക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധം. CPIയുടെ നേതൃത്വത്തിൽ മണലടിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. MLA വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും നേതാക്കൾ. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവും 1 ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. പ്രതി പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷന് 50 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പൊതുപ്രവർത്തകൻ OK സൈതലവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാതുവിലക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് IRDC, ICDC ചെയർമാൻമാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തട്ടിപ്പിരയാക്കപ്പെട്ട പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ ശ്രീകൃഷ്ണപുരം പോലീസ് ഇതുവരെ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടമ്പഴിപ്പുറത്തെയും കോട്ടപ്പുറത്തെയും സ്ഥാപനങ്ങൾക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം 600ആയി. കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കോട്ടപ്പുറത്തെ IRDC വഴി പണമടച്ച 321 പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്. ഇതിൽ 161 പേരാണ് വാഹനത്തിന് പണമടച്ച് പണം നഷ്ടമായത്. മറ്റുള്ളവർ ഗൃഹോപകരണത്തിനാണ് പണമടച്ചത്. 2,84,86,800 രൂപയാണ് IRDC വഴി നാഷണൽ NGO കോൺഫെഡറേഷൻ ഭാരവാഹി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുള്ളത്. അനന്തകൃഷ്ണനെതിരെ കേസ് വന്ന 2024 ജൂൺ 6 ശേഷവും കോട്ടപ്പുറം IRDC വഴി പണം വാങ്ങിയതായി പണം നഷ്ടപ്പെട്ടവർ കുറ്റപ്പെടുത്തി. ഈ തുക അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ലെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. കടമ്പഴിപ്പുറം ICDC ചെയർമാൻ ചോലയിൽ വാസുദേവനെയും കോട്ടപ്പുറം തോട്ടര IRDC ചെയർമാൻ K ഉണ്ണികൃഷ്ണനെയും അറസ്റ്റ് ചെയ്യണമെന്നും ഓഫീസിലെ CCTV പരിശോധിക്കണമെന്നും പണം നഷ്ടപ്പെട്ടവർ ആവശ്യപ്പെട്ടു. തന്റെ ഭാര്യയും തട്ടിപ്പിന് ഇരയായതായും വീട്ടിലെത്തി കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് അതിക്രമിച്ച് വീട്ടിൽ കയറിയതിന് തനിക്കെതിരെ കേസുമെടുത്തിട്ടുണ്ടെന്നും OK സൈതലവി പറഞ്ഞു. ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന IRDC ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് ജീവനക്കാരിയായി ഉണ്ടായിരുന്നു. മകൻ അതിനകത്ത് ജീവനക്കാരനായി കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. എന്നാൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെട്ട വനിതകളെല്ലാം തന്നെ ഇൻഡിവിജ്വലായി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും മറ്റിതര പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്ത് ബഹുമാനപ്പെട്ട പോലീസ് ഇവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേറെ സന്തോഷം. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. ഈ പ്രതികൾ, ഒളിവിൽ പോയ ഈ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള നിയമ നടപടി ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്വീകരിക്കണം. പുഞ്ചപ്പാടം സ്വദേശിക്ക് കടമ്പഴിപ്പുറത്തും കോട്ടപ്പുറത്തും പണം നഷ്ടപ്പെട്ടു. ലാപ്ടോപ്പിനും സ്കൂട്ടറിനുമാണ് പണം നൽകിയത്. കോട്ടപ്പുറം IRDC ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ്. കുമരപുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം M രുക്മണി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം R പ്രഭാവതി, KP സുധീർ, N സക്കീന എന്നിവർ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് നഗരസഭയിലേക്ക് നടത്തുന്ന മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും രംഗത്ത്. വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിഷേധ സമരത്തിലും ചേംബർ ഓഫ് കൊമേഴ്സ് പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് ഹരിത കർമ്മസേനയുടെ 1 വർഷത്തെ യൂസർ ഫീ അടയ്ക്കണമെന്ന നിബന്ധന പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് വെള്ളിയാഴ്ച നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രംഗത്ത് വന്നിരിക്കുന്നത്.
വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിഷേധ സമരത്തിലും ഇരു സംഘടനകളും സംയുക്തമായി പങ്കെടുക്കും. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിലെ വ്യാപാരികളെ അർഹമായ രീതിയിൽ പുനരധിവസിപ്പിക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. നിലവിൽ നൽകിയ അഡ്വാൻസ് തുകയിൽ തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നേതാക്കൾ പറഞ്ഞു. തൊഴിൽ നികുതി വർധനവ് പുനഃപരിശോധിക്കണം. നഗരവികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ചിനക്കത്തൂർ പൂരത്തിന് ടൗണിൽ ആളുകൾ എത്തുന്ന രീതിയിൽ സംവിധാനമൊരുക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും ഭാരവാഹികൾ ഉന്നയിച്ചു. തൊഴിൽ നികുതി കഴിഞ്ഞ തവണയൊക്കെ തൊഴിൽ നികുതി ആയിരുന്നത് 120 രൂപയായിരുന്നു ഏറ്റവും ചെറിയ സ്ലാബ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറുകിട കച്ചവടക്കാർ തൊഴിൽ നികുതി അടച്ചിരുന്നത് 120 രൂപയാണ് ഫസ്റ്റ് സ്ലാബ്. അത് 320 വർദ്ധിപ്പിച്ചു. ബഡ്ജറ്റ് 50% എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ സ്ലാബ് എന്ന് പറയുന്നത് 180 ആയിരുന്നു. അത് 450 വർധന വർദ്ധിപ്പിച്ചത്. മൂന്നാമത് പിന്നെ വരുന്നത് 300 600 ആക്കി, 450 750 ആക്കി. ഇങ്ങനെ ഭീമമായ വർധനമാണ് തൊഴിൽ നികുതിയിൽ വർദ്ധിച്ചത്. എന്നാൽ അതിൽ വൻകിട വ്യാപാരികൾക്ക് 1000-ഉം 1280 പഴയ സ്ലാബ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴും അതേമാതിരി നിലനിർത്തിയാണ്. അതിന് യാതൊരു വർധനവും പറ്റിയിട്ടില്ല. മാത്രമല്ല, ഈ തൊഴിൽ നികുതി അടയ്ക്കണമെങ്കിൽ ഇപ്പോൾ നഗരസഭയിലൊക്കെ KSMART നിലയിൽ വന്നു. KSMART നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് തൊഴിൽ നികുതി അടയ്ക്കാമായിരുന്നു. ഇപ്പോൾ ആ സൗകര്യം പോലും എടുത്തു കളഞ്ഞു. തൊഴിൽ നികുതി അടയ്ക്കണമെങ്കിൽ നഗരസഭയിൽ നോട്ടീസുമായി പോയി അവിടെ റവന്യൂ സെക്ഷനിൽ പോയി ഡിമാൻഡ് ചെയ്തിട്ട് അവിടെ ക്യൂ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ട് താഴെ വന്ന് കൗണ്ടിൽ കൊണ്ട് അടയ്ക്കണം. ഈ അവസ്ഥയാണുള്ളത്. നമ്മൾ പലതവണ ഇതിനെതിരെ പരാതികൾ കൊടുത്തിരുന്നു. ഒക്കെ ശരിയാക്കാൻ പരിഗണിക്കാം, ശരിയാക്കാൻ പറയുന്നതല്ലാതെ ഒരു കാര്യം അവിടെ നടന്നു കിട്ടുന്നില്ല. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് തോമസ് ജേക്കബ്, സെക്രട്ടറി വി മോഹൻകുമാർ, രക്ഷാധികാരി PV ഹംസ, വർക്കിംഗ് പ്രസിഡന്റ് K ഭഗീരഥൻ, ഹബീബ് റഹ്മാൻ എന്നിവരും പങ്കെടുത്തു. കാഞ്ഞിരപ്പുഴയിലെ അമ്യൂസ്മെന്റ് പാർക്കിനെതിരെ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന അഴിമതി ആരോപണം അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൽ നിന്നാണെന്ന് CPM കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റികൾ. പദ്ധതിയുടെ കരാർ നൽകിയത് സുതാര്യമാണെന്നും രേഖകൾ വിവരാവകാശം വഴി ലഭിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ കരാർ നൽകിയതിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. 4 പേരാണ് ടെൻഡർ അപേക്ഷ നൽകിയിരുന്നത്. ഇൻകം ടാക്സിന്റെ വിവരങ്ങൾ നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ട് 3 മാസം സമയം നൽകിയിട്ടും 2 കമ്പനികൾ നൽകിയില്ല. ഇതാണ് ഈ 2 കമ്പനികളെ ഒഴിവാക്കാൻ കാരണം. പിന്നെയുള്ള 2 കമ്പനികളിൽ ഒരെണ്ണം 10 കോടി രൂപയുടേതും മറ്റൊന്ന് 161 കോടി രൂപയുടെയും പദ്ധതികളാണ് സമർപ്പിച്ചത്. 10 കോടിയുടെ 3%, 161 കോടിയുടെ 3% സർക്കാരിന് ഗുണം എന്നതിനാലാണ് 161 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ച കോഴിക്കോട്ടെ കമ്പനിക്ക് കരാർ നൽകിയത്. ഈ കമ്പനി മുടക്കുന്ന 161 കോടി 30 വർഷം കഴിഞ്ഞാൽ സർക്കാരിന് സ്വന്തമാണ്. സർക്കാരിന് 1 രൂപ ചെലവില്ലാതെയാണ് കേരളത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരപ്പുഴ മാറുന്നത്. ഇടത് സർക്കാർ കൊണ്ടുവരുന്ന വികസനങ്ങളെല്ലാം മുടക്കുകയെന്ന അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് ലീഗിൻ്റേത്. കാഞ്ഞിരപ്പുഴയിലേക്കുള്ള റോഡ് നവീകരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വന്നത്. വികസന പദ്ധതികളിൽ നിന്ന് അഴിമതി നടത്തി കമ്മീഷൻ അടിക്കുന്നത് ലീഗിന്റെ രീതിയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം തകർന്ന നെല്ലിപ്പുഴ പാലവും പാലാരിവട്ടം പാലവും ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ലീഗ് നടത്തുന്ന വികസനം പോലെയല്ല ഇടത് സർക്കാരിന്റെ വികസനമെന്നും നേതാക്കൾ പറഞ്ഞു. വയനാട് ആസ്ഥാനമായുള്ള കമ്പനി 161 കോടി രൂപയുടെ പ്രൊപ്പോസലാണ് കൊടുത്തത്. പാലക്കാട് ഉള്ള കമ്പനി 10 കോടി രൂപയുടെ പ്രൊപ്പോസലാണ് കൊടുത്തത്. അപ്പോൾ സർക്കാർ ഇത് പരിശോധിച്ചപ്പോൾ ഈ 161 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആ ഇൻകത്തിൻ്റെ 3% അവർ ഇറിഗേഷൻ സർക്കാരിന് തരും. അങ്ങനെയാണ് അവരുടെ പ്രൊപ്പോസൽ. മറ്റൊരു 10 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ 10% തരും. അപ്പം 5 വർഷം കണക്കാക്കുമ്പോൾ സർക്കാരിന് മെച്ചം ഈ 161 കോടിയുടെ റവന്യൂവിൻ്റെ 3%, മറ്റേ 10%. അതുകൊണ്ട് സർക്കാർ സ്വീകരിച്ചു. ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഒരു വികസനവും നടക്കണ്ട എന്നുള്ള LDFിൻ്റെ കാലത്ത് ഒരു വികസനവും പാടില്ല എന്നുള്ള സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. 161 കോടി രൂപ മുടക്കിക്കൊണ്ട് കാഞ്ഞിരപ്പുഴ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് മാപ്പിൽ കാഞ്ഞിരപ്പുഴ നമ്പർ 1 കയറി വരില്ലേ? വീഗാലാൻഡ് പോലെ അതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ അവിടെ വരുന്നു. വീഗാലാൻഡിൽ ഇല്ലാത്ത സംരംഭങ്ങളാണ് കാഞ്ഞിരപ്പുഴ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോസൽ.
അപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് കാഞ്ഞിരപ്പുഴ മാറുകയാണ് അടുത്ത 3 വർഷത്തിനുള്ളിൽ. അതിന് വിരളി വേണ്ടിട്ട് ആ വികസനം വരുന്നത് എങ്ങനെ? നേരത്തെ കാഞ്ഞിരപ്പുഴ റോഡിന്റെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാധനം അവിടെ വരില്ല. ഉദാഹരണം നെല്ലിപ്പുഴ പാലം അല്ലേ? പി.കെ. ബാവ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലം പണിത ആൾക്ക് എന്താ സ്വർണ്ണ മോതിരം ഇതിനെന്തോ കൊടുത്തതാണ്. 3 മാസം കഴിഞ്ഞുള്ള പാലം പൊളിഞ്ഞു. മറ്റേ മേൽപ്പാലം അറിയില്ല നമുക്ക് എറണാകുളത്ത്. ഇതാണ് അവരുടെ മനസ്സിലുള്ള ധാരണ. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യണ്ട. ഇത് എല്ലാ കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്നത് സുതാര്യമാണ്. CPM ഏരിയ കമ്മിറ്റി അംഗം KK രാജൻ മാസ്റ്റർ, കാഞ്ഞിരപ്പുഴ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ്, PC മാണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണം ഇഴയുന്നതിനെതിരെ CPIയുടെ നേതൃത്വത്തിൽ മണലടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നവീകരണം സമയബന്ധിതമായി തീർക്കുന്നതിൽ ഇടപെടാനാവാത്ത MLA രാജിവെക്കുന്നതാണ് നല്ലതെന്ന് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത CPI അസിസ്റ്റന്റ് സെക്രട്ടറി പട്ടശ്ശേരി മണികണ്ഠൻ പറഞ്ഞു. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള ഒരു പ്രതിസന്ധിയും മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണത്തിനില്ല. എന്നിട്ടും നവീകരണം അനന്തമായി നീണ്ടുപോവുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് പ്രവൃത്തി സമയബന്ധിതമായി തീർക്കാൻ നിർദ്ദേശം നൽകി ജനങ്ങളുടെ പ്രയാസം പരിഹരിക്കേണ്ട MLA തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മണികണ്ഠൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെ ആയിരക്കണക്കിന് ആളുകൾ ഇത് പല തൊഴിലുകളെടുത്ത് ജീവിക്കുന്ന ഒരു പ്രദേശമല്ലേ? എത്ര കാലമായി അവരുടെ കഞ്ഞൂടി മുട്ടിക്കുന്ന പരിപാടിയല്ലേ നടക്കുന്നത്? അങ്ങനെ കഞ്ഞുകുടികൾ മുട്ടിക്കുന്ന പരിപാടി നടന്നിട്ട് യാതൊരുവിധ പ്രതികരണവുമില്ലാത്ത MLA എന്തിന് ഈ സ്ഥാനത്ത് തുടരുന്നു? നാണോ മാനമുള്ളെങ്കിൽ ആ പരിപാടി പേടിച്ച് വീട്ടിൽ പോയിരിക്കണം. നാണോ മാനമില്ലാത്ത ജനപ്രതിനിധികൾ നാട്ടിലുണ്ടായിട്ട് എന്ത് കാര്യം? വളരെ മോശമാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഗുരുതരമായ നാശം നേരിടുക. പയ്യന്നൂർ റോഡിൽ പ്രശ്നമുണ്ടായി. അവിടെയുള്ള നാട്ടുകാർ ഇടപെട്ട് കോടതിയെ സമീപിച്ചുകൊണ്ടാണ് റോഡ് പണി പൂർത്തിയായത്. അവിടെ MLAക്ക് റോഡുമില്ല. MLA വലിയ വിളക്കുകളില് ഞാൻ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിന്റെ അവിടെ പോയപ്പോ വെളിച്ച വിപ്ലവം, മണ്ണാർക്കാട് വെളിച്ച വിപ്ലവം വരുത്തിയിട്ട് അതിന്റെ പുറകിലൊക്കെ നാറുന്ന അഴിമതികളുടെ കഥകളുണ്ട്. കൃഷ്ണകുമാർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണി, NCP മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത്, CH സനൂപ്, രമേശ് പാറക്കോട്ടിൽ, മുരുകദാസ്, K കൃഷ്ണദാസ്, ഇബ്രാഹിം ബാദുഷ എന്നിവർ സംസാരിച്ചു. 10 കിലോ കഞ്ചാവും 1 ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശിയെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മുർഷിദാബാദ് ജിയാഗഞ്ച് സ്വദേശി ദേബ്കുമാർ വിശ്വാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് സംഘവും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നാണ് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ദേബ്കുമാർ വിശ്വാസിനെ പിടികൂടിയത്. ഇയാളുടെ ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 10 കിലോ കഞ്ചാവും 1,10,000 രൂപയും എക്സൈസ് കണ്ടെടുത്തു. പുലാമന്തോൾ ചെമ്മലശ്ശേരി ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടത്തുന്നുണ്ടെന്ന പരാതികളുടെയും ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ലഹരി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് പെരിന്തൽമണ്ണ റേഞ്ച് ഇൻസ്പെക്ടർ M യൂനുസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷത്തിന് ഒരുങ്ങി. വെള്ളിയാഴ്ച മന്ത്രി ഡോക്ടർ R ബിന്ദു സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1975 സ്ഥാപിതമായ പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഈ 2025 സുവർണ ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ്. സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സുവർണ ജൂബിലിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന 50 പരിപാടികൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ ഈ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, അതിൻ്റെ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ഈ വെള്ളിയാഴ്ച 3 മണിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവർ നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. 50 പ്രവൃത്തികൾ അല്ലെങ്കിൽ 50 പ്രോഗ്രാമുകളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അക്കാദമികമായിട്ടുള്ളതും അക്കാദമികേതരമായിട്ടുള്ളതും പലതരം പ്രവർത്തനങ്ങളുണ്ട്. ക്യാമ്പസിൻ്റെ അകത്ത് നടത്തുന്നതുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രത്യേകിച്ചും കോളേജ് ഉൾപ്പെടുന്ന വാർഡിൽ
പ്രത്യേകമായിട്ട് ഊന്നൽ നൽകിക്കൊണ്ട് വിവിധതരം പ്രവൃത്തികളുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാട്ടുള്ള സമൂഹത്തിലെ ആളുകളെ കോളേജിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പരിപാടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ആഘോഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അലുമിനി അസോസിയേഷൻ, PTA, പെരിന്തൽമണ്ണ പൗരാവലി, സ്റ്റാഫ് ക്ലബ്ബ്, സ്റ്റുഡൻസ് യൂണിയൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. 50 പരിപാടിയിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ പരിധിയിൽ വിവിധ സാമൂഹിക ശാക്തീകരണ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. കോളേജുമായി പൊതുജനങ്ങളെ കൂട്ടിയിണക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടികളും സംഘടിപ്പിക്കും. നമ്മൾ ഒരു 2 തീം ബേസ് ആയിട്ടാണ് ഈ പ്രോഗ്രാമുകളെ കണ്ടിട്ടുള്ളത്. ഒന്ന്, കോളേജിന്റെ റിസർച്ച് ഔട്ട്പുട്ടുകൾ, കോളേജിന്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾ അവിടെ വന്ന് കണ്ട് ആസ്വദിക്കുക. അതായത് ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങളെ മുഴുവൻ കോളേജിലേക്ക് എത്തിക്കുന്ന പരിപാടികളായിട്ടും, അതുപോലെ തന്നെ കോളേജിനെ മൊത്തത്തില് കോളേജിന്റെ വിദ്യാർത്ഥികളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കോളേജിലെ കുട്ടികളെ ഈ മുനിസിപ്പാലിറ്റിയിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് കോളേജ് നേരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലും, അതുപോലെ തന്നെ ഈ സമൂഹം കോളേജിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള 2-3 തരത്തിലുള്ള പരിപാടികളായിട്ടാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി തരുന്ന പരിപാടിയിൽ നമ്മൾ ഈ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും തന്നെ ലഹരി വിരുദ്ധ പ്രചരണമായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. മാലിന്യമുക്ത പരിപാടികളുടെ പ്രചരണം ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. പരിപാടികളിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 50 പരിപാടികളിൽ 15 പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് നടത്തുക. എൻഡോമെന്റുകൾ, ഓരോ ബാച്ചുകൾ ആയിട്ടുള്ള എൻഡോമെന്റ് പ്രോഗ്രാമുകൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കുള്ള രീതിയിൽ തന്നെ വ്യത്യസ്തമായ, പിന്നെ അതുപോലെ ഈ കോളേജിൽ പഠിച്ച കുട്ടികളുടെ കഥ, കവിത, രചനകളൊക്കെയുള്ള ഒരു പുസ്തക പ്രദർശനം, അതുപോലെ ചിത്ര പ്രദർശനം ഉണ്ടെങ്കിൽ ആ രീതിയിൽ അതൊന്ന്, അങ്ങനെ വ്യത്യസ്തമായ 15 പ്രോഗ്രാമുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്ത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു. കാലാനുസൃതമായ കോഴ്സുകളും പുതിയ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള വികസനവും ഗോൾഡൻ ജൂബിലി വർഷത്തിൽ കോളേജ് അധികൃതർ ആവശ്യപ്പെടുന്നു. കുറച്ച് ഡിമാൻഡുകൾ ഞങ്ങൾ ഗവൺമെന്റ് മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം, മാറുന്ന കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ അത് നമുക്ക് ലഭിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളാണ്, ഒരിക്കലും മറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കാലിബറുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടാലന്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരത്തിനുള്ള വേദി ഒരുക്കുന്നതാണ് ഗവൺമെന്റ് കോളേജുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലം മാറുന്ന അനുസരിച്ചിട്ടുള്ള, കാലത്തിന് ഡിമാൻഡിന്റെ അനുസരിച്ചിട്ടുള്ള തരത്തിലുള്ള കോഴ്സുകൾ, അത് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് അതിലൊന്നാണ്. അതുപോലെ മുൻകാലങ്ങളെ പോലെ എല്ലാ കോഴ്സുകളും എണ്ണം കൂടിയ സമയത്ത് കുട്ടികൾ കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിൽ പരിപാടി നടത്താൻ രീതിയിലുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയം, ഇത്തരത്തിൽ കുറേ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ, പ്രോഗ്രാം കൺവീനർ P. സുശാന്ത്, സ്വാഗത സംഘം വൈസ് ചെയർമാൻ V. ബാബുരാജ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് U. അബ്ദുൽ കരീം, ഡോക്ടർ നൂറുൽ അമീൻ, ഡോക്ടർ സുഹൈൽ അബ്ദുറബ്ബ്, ഡോക്ടർ ഹരിദാസ് വളപ്പിൽ, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ UP യഹ്യ ഖാൻ എന്നിവർ പങ്കെടുത്തു. 29ാമത് ഞെരളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 മുതൽ 19 കൂടിയ ദിവസങ്ങളിൽ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ശ്രീശൈലം ഹാളിൽ നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ഞെരളത്ത് പുരസ്കാരം കുറുങ്കുഴൽ വാദ്യകലാകാരൻ ആനമങ്ങാട് കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർക്ക് സമർപ്പിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. സോപാന സംഗീതാചാര്യൻ ഞെരളത്ത് രാമപൊതുവാളുടെ സ്മരണയ്ക്കായി അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഞെരളത്ത് സംഗീതോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഫെബ്രുവരി 15 മുതൽ 19 കൂടിയ ദിവസങ്ങളിലാണ് സംഗീതോത്സവം നടക്കുക. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് അംഗം K. സുധാകുമാരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. സോപാന സംഗീതജ്ഞൻ യശസ്വരീനായ ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി തിരുമാന്താംകുന്ന് ദേവസ്വം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഞെരളത്ത് സംഗീതോത്സവം എന്ന പേരിൽ സംഗീതാർച്ചന നടത്തി വരികയാണ്. ഇത്തവണത്തെ ഞെരളത്ത് സംഗീതോത്സവം ഫെബ്രുവരി 15 വൈകിട്ട് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ഉദ്ഘാടനം ചെയ്യുകയാണ്. TC ബിജു ഉദ്ഘാടനം ചെയ്യുകയാണ്. തുടർന്ന് 5 ദിവസങ്ങളിലായിട്ട് സംഗീതാർച്ചന കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് സംഗീത വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ
കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധരായ നിരവധി കലാകാരന്മാരുടെ പക്കമേളത്തോടു കൂടിയ കച്ചേരികളും നടക്കുന്നുണ്ട്. ചലച്ചിത്ര സീരിയൽ നടൻ മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ കുറുകുഴൽ വാദ്യകലാകാരൻ ആനമങ്ങാട് കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായരെ ഈ വർഷത്തെ ഞരളത്ത് പുരസ്കാരം നൽകി ആദരിക്കും. കഴിഞ്ഞ 3 വർഷമായി ഞരളത്തിൻ്റെ പേരിൽ തന്നെ തിരുമാന്താംകുന്ന് ദേവസ്വം ഒരു പുരസ്കാരം കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ക്ഷേത്രവാദ്യ അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട പ്രഗത്ഭ വ്യക്തികൾക്ക് നൽകി വരുന്നുണ്ട്. 3ാമത്തെ ഞരളത്ത് പുരസ്കാരം ഇത്തവണ ഞരളത്ത് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായരാണ്. ആനമങ്ങാട് ശ്രീ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർ കുറുങ്കുഴൽ എന്ന വാദ്യോപകരണത്തിലൂടെ ഈ വള്ളുവനാടിനും കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രദേശങ്ങളിലും സുപരിചിതനാണ്. ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ഈ അവാർഡ് ഏറ്റെടുക്കാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 4 ദിവസങ്ങളിലായി രാവിലെ 7:30 മുതൽ രാത്രി 7:30 വരെ നിരവധി പേർ സംഗീതോത്സവത്തിൽ സംഗീതാർച്ചന നടത്തും. പ്രശസ്ത സംഗീതജ്ഞർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജുവിൻ്റെ അഷ്ടപതി കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിൻ്റെ അർച്ചനകൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം 15 ഉദ്ഘാടനം ശേഷം 16, 17, 18, 19 തീയതികളിൽ നിരവധി സംഗീത വിദ്യാർത്ഥികളും സംഗീതജ്ഞരും പങ്കെടുക്കും. ഏതാണ്ട് 600ഓളം അപേക്ഷകളാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീതോത്സവമാണ് നടത്തുന്നത്. അതിൻ്റെ സമാപനം 16, 17, 18 തീയതികളിൽ സംഗീതാർച്ചനയായി നടക്കും. 19-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം. ഇത് വളരെയധികം പ്രശസ്ത പങ്കെടുക്കുന്നത് ഇക്കുറി പങ്കെടുക്കുന്നത് സദനം ഹരികുമാർ, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ, വെച്ചൂർ ശങ്കർ തുടങ്ങി നിരവധി, അങ്ങാടിപ്പുറം ശ്രീദേവി തുടങ്ങിയ നിരവധി പ്രശസ്തർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം അതിനുശേഷം വീണ്ടും സംഗീതാരാധന തുടരും. അതിനുശേഷം രാത്രി പക്കമേളത്തിൻ്റെ ഈ സംഗീതോത്സവത്തിൻ്റെ പക്കമേളക്കാർ അണിയിച്ചൊരുക്കുന്ന താളവാദ്യ സംഘം, അതും വളരെയധികം വിശേഷപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. നിരവധി ആൾക്കാർ കാണാനെത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷം ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ജനസംഘാലാപനം, അതാണ് ഏറ്റവും സവിശേഷമായ സംഗീതോത്സവത്തിൻ്റെ പ്രാധാന്യം. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനവും വൈകിട്ട് 7 മണിക്ക് താളവാദ്യ സംഗമവും തുടർന്ന് ശൈലജ ബാലഗോപാലൻ്റെ നേതൃത്വത്തിൽ തിരുമാന്താംകുന്നിലമ്മയുടെ കേശാധിപാത വർണ്ണനയായ ഘനസംഘ ആലാപനത്തോടെ സംഗീതോത്സവം സമാപിക്കും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മൂസൻ MLA പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിക്കും. ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ, ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനം എന്നിവ മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും. ലൈഫ് ഭവന പദ്ധതിക്ക് പഴഞ്ചേരിയിൽ ഡോക്ടർ ഹംസ പറമ്പിലാണ് 15 സെന്റ് സ്ഥലം വിട്ടു നൽകുന്നത്. പഞ്ചായത്തിൽ 300 വീടുകൾ പ്രഖ്യാപിച്ചതിൽ 250 എണ്ണം പൂർത്തീകരിച്ചുവെന്നും 17 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് വനിതാ ഹോസ്റ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പുഷ്പലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവർ അറിയിച്ചു. ഫെബ്രുവരി 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തില് പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ടൊരു വനിതാ ജിമ്മ് പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് നിർവഹിക്കും. അതോടൊപ്പം ലിംഗനീതി സമത്വവുമായി ബന്ധപ്പെട്ട് 2022-23 വർഷം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വിശദമായ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇനി തുടർ വർഷങ്ങളിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും ആലോചിക്കുകയും വേണ്ടി. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും ഫെബ്രുവരി 15 പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 14 റവന്യൂ ജില്ലകളിൽ മത്സരിച്ച് 1ാം സ്ഥാനത്ത് എത്തിയവരാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുക. അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും 15 രാവിലെ 10 മുഹമ്മദ് മൂസൻ MLA ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയാകും.
സ്റ്റേജ് തര മത്സരങ്ങളിൽ 16 ഇനങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന 300-ൽ പരം അധ്യാപക പ്രതിഭകൾ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുമുള്ളവർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ CA റാസി, MT ആമിന, V അബ്ദുൾ റസാഖ്, KM മുഹമ്മദ് റഫീദ് തൃത്താല, T സൈദാലി, P മരക്കാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും 2025 ഫെബ്രുവരി 15 പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഉദ്ഘാടനം ശ്രീ മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കും. പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രമുഖർ സംബന്ധിക്കും. 14 റവന്യൂ ജില്ലകളിൽ നിന്നും 16 ഇനങ്ങളിലായി 200-ൽ പരം അറബി അധ്യാപക പ്രതിഭകൾ മാറ്റുരക്കും. 16 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 6 വേദികൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആ മത്സരങ്ങൾക്ക് ശേഷം അതിൽ പ്രതിഭ തെളിയിച്ച അധ്യാപകരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ നല്ല ഒരു മത്സരമായിരിക്കും നടക്കുക. സാഹിത്യ കലാരംഗങ്ങളിലൊക്കെ അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെടുന്ന വളരെ വലിയ നല്ല ഒരു സദസ്സായിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ഉയരുന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫൗണ്ടേഷൻ. മൊബൈൽ ടവറിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ആർക്കും ഇതുവരെ രോഗം വന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും HDEP പ്രതിനിധി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ടെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം നടത്തിയ സാഹചര്യത്തിലാണ് HDEP രംഗത്തെത്തിയത്. മൊബൈൽ ടവറുകൾക്കെതിരെ 15 വർഷം മുൻപ് ഉന്നയിച്ച അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇത് സാധാരണക്കാരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇത്തരം ആശങ്കകൾ തീർക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്ത് വരണം. മണ്ണാർക്കാട് മൊബൈൽ ടവറിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നയാളുടെ കെട്ടിടത്തിന് മുകളിൽ ടവർ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഫൗണ്ടേഷൻ ട്രസ്റ്റി അബ്ദുൾ ഹാദി അറക്കൽ പറഞ്ഞു. 15 വർഷമായി മൊബൈൽ ടവറിന് താഴെയാണ് താൻ താമസിക്കുന്നതെന്നും ഹാദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ആ ടവർ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ തോന്നുന്നു പറഞ്ഞൊരു വാക്ക്, ഹൂവിൽ നിങ്ങൾ കയറി റേഡിയോ ഒരു വാക്ക് വന്നാൽ റേഡിയോ അതിന് എഴുതിച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നു. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ടവർ ടെക്നീഷ്യൻ ബന്ധപ്പെട്ടപ്പോൾ മൊബൈൽ ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഒരിക്കലും അത് നോൺ സിംഗർമൈസ് അതിൻ്റെ ഒരു വാക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മൊബൈൽ ടവറിൽ നിന്ന് വരുന്നത് എന്താണ് വരുന്നത് എന്നുള്ളത്. അതിൽ ആദ്യം ഹൂ ഞാൻ പറഞ്ഞുതരാം. ഹൂവിൻ്റെ കിട്ടിയ വിവരം എനിക്ക് ഫോൺ ടവറുകളിൽ നിന്നുള്ള വികിരണം ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നതിന് ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രീയമായ തെളിവ് ഇല്ല എന്നാണ് എനിക്ക് ഹൂവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൊബൈൽ ടവറിന് ഇവർ പറയുന്ന ഓഡിയോ ഫ്രീക്വൻസി വേവ്സ്, ഇപ്പോൾ ഞാൻ കണ്ടത് ഓഡിയോ ഫ്രീക്വൻസി വേവ്സാണ്. ഞാൻ പരിശോധിച്ചു അങ്ങനെ സംഭവം ഉണ്ടോ. അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ എല്ലാ മൊബൈൽ ടവറിൻ്റെ മുകളിൽ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്നത് നോൺ അയോണൈസിങ് ഇലക്ട്രോമാഗ്നറ്റിക് പവറാണ്. ഒരു തരത്തിലും മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങളെ വശമുണ്ടാക്കുന്നതല്ല. ശ്രീകൃഷ്ണപുരം VTB കോളേജിലെ VT അനുസ്മരണ സമിതിയുടെ ഈ വർഷത്തെ VT പുരസ്കാരം നാടക സിനിമാ നടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിച്ചു. കോളേജിൽ നടന്ന ചടങ്ങിൽ ശ്രീശങ്കര ട്രസ്റ്റ് സെക്രട്ടറി ബ്രിഗേഷ് പട്ടശ്ശേരി പുരസ്കാരം സമ്മാനിച്ചു. 25,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനാണ് നാടക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മുമ്പ് പ്രവർത്തിച്ചിരുന്നതെന്ന് നിലമ്പൂർ ആയിഷ പറഞ്ഞു. ഇന്നത്തെ നാടിൻ്റെ സ്ഥിതിയിൽ ദുഃഖമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ന് സംസാരിക്കുന്നു, ഇനി നാളെയും മറ്റൊരു സ്ഥലത്ത് ഞാൻ പോയി സംസാരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി, ആ ശക്തി എനിക്ക് നീക്കാൻ വയ്യ, ഞാനിനി എങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നീക്കാൻ വയ്ക്കില്ല. പക്ഷെ എനിക്കറിയാം എനിക്ക് നീക്കാൻ വയ്ക്കും. കോളേജ് അങ്കണത്തിൽ കല്ല് നിർമ്മിച്ച VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രതിമയുടെ അനാച്ഛാദനം, VT പഠന കേന്ദ്രത്തിൻ്റെ VT കോർണർ ഉദ്ഘാടനം എന്നിവയും നടന്നു. പ്രൊഫസർ PA വാസുദേവൻ VT അനുസ്മരണ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ സരിത നമ്പൂതിരി അധ്യക്ഷയായി.
മാനേജർ പ്രൊഫസർ MK നാരായണൻ നമ്പൂതിരി, സമിതി സെക്രട്ടറി മാധവ് സദാശിവൻ, KN ബലരാമൻ, സുധാകരൻ മൂർത്തിയടം, PK മനീഷ്, സുജിൽ തൊട്ടായം, സന്ദീപ് നാരായണൻ, O മുഹമ്മദ് സഫാർ എന്നിവർ സംസാരിച്ചു. VT അനുസ്മരണ സമിതി നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി. സമിതി ഏർപ്പെടുത്തിയ വിവിധ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആത്മജ ആനന്ദിനെയും അനുമോദിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മഹാകുംഭമേളയ്ക്ക് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സംഘം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പുറപ്പെടും. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ശ്രീലക്ഷ്മി നാരായണ മഠത്തിലെ നിത്യാശ്രമവും ഒറ്റപ്പാലം വേങ്ങശ്ശേരി മൈത്രേയ തീർത്ഥാടന സംഘവും ചേർന്നാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. 3 ബസ്സുകൾ ശ്രീകൃഷ്ണപുരത്ത് നിന്നും 1 ബസ് പാലക്കാട് നിന്നും പുറപ്പെടും. ഋഷികേശിലും ഹരിദ്വാറിലും പ്രവർത്തിച്ചിട്ടുള്ള ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി ശ്രീകൃഷ്ണപുരത്തെ യാത്ര ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 150 പേർ സംഘത്തിലുണ്ടാകുമെന്ന് നിത്യാശ്രമത്തിലെ സത്യപ്രിയാനന്ദ സരസ്വതി, A ശങ്കരനാരായണൻ, N ഉണ്ണികൃഷ്ണൻ, M വിഷ്ണു ശർമ്മ, K വിഷ്ണുദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മഹാ ഉത്സവം നടക്കുന്നൊരു സന്ദർഭമാണ് പ്രയാഗരാജിലുള്ള മഹാകുംഭമേള. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഭാരതത്തിലെ 127ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മേള സംഘാടകരും UP ഗവൺമെൻറ്റും സഹായങ്ങളും സഹകരണങ്ങളും പങ്കാളിത്തവും അപേക്ഷിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരള സർക്കാർ മാത്രം അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ആരെയും അയക്കില്ല എന്നുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുകയുണ്ടായി. ബാക്കി എല്ലാ സംസ്ഥാനവും സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ സംഭവത്തിൽ ആഘോഷത്തിൽ നമ്മൾ ഇവിടുന്ന് പങ്കാളികളാവണമെന്നുള്ള ഒരു കേരളത്തിലുള്ള മൊത്തം ജനങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരമാണ്. അപ്പോൾ ഇതിലാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് സന്നിധി ശില്പത്തിൽ നിന്ന് അതിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു 10-20 വർഷത്തോളം ഋഷികേശിലും ഹരിദ്വാറിലുമായിട്ട് സേവനം നടത്തിയിട്ടുള്ള ഒരു നിഖിലാനന്ദ സരസ്വതി സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹവും നമ്മുടെ സംഘത്തോടൊപ്പം വരുന്നുണ്ട്, മാതാജി സംഘത്തോടൊപ്പം വരുന്നുണ്ട്. ജൂനിയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 മിസ്റ്റർ പാലക്കാടും മിസ്റ്റർ കേരളയുമായി വിജയിച്ച KP സുദീപിനെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ബാങ്കിന്റെ ഉപഹാരം നൽകി. 2025 വർഷാരംഭത്തിൽ തുടർച്ചയായി മിസ്റ്റർ പാലക്കാടും മിസ്റ്റർ കേരളയുമായി വിജയിച്ച സുദീപ് മികച്ച നേട്ടത്തിനാണ് അർഹനായിരിക്കുന്നത്. കണ്ണിയമ്പുറം KT ഹൗസിൽ പ്രദീപ് സുനിത ദമ്പതികളുടെ മകനാണ് സുദീപ്. 5 വർഷമായി ബോഡി ബിൽഡിംഗ് മേഖലയിൽ സജീവമായുള്ള സുദീപ് ബോഡി ബിൽഡിംഗ് മേഖലയിൽ പരിശീലനം നടത്തുന്നതോടൊപ്പം യൂട്യൂബർ കൂടിയാണ്. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി, ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു, KK രാമകൃഷ്ണൻ, S സഞ്ജീവ് എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെയാണ് പത്രത്തിൽ സുദീപിന്റെ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത അറിഞ്ഞത്. അർബൻ ബാങ്കിന്റെ പരിധിക്കകത്തുള്ള വീടാണ് സുദീപിന്റെ വീട്. ഇന്ന് രാവിലെ തന്നെ വന്ന് അദ്ദേഹത്തെ അനുമോദിക്കാൻ വേണ്ടി ബാങ്ക് ഭാരവാഹികളും ജീവനക്കാരുമെല്ലാം ഇന്നെത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് നമ്മുടെ നാടിനാകമാനം ഇത്തരം മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചോദനമായ ഒന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇനിയും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അമ്പലപ്പാറ വേങ്ങശ്ശേരി വയങ്കാവ് ഉച്ചാറൽ വേല ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഈടുവെടിയോടുകൂടിയാണ് പുരാഘോഷം ആരംഭിച്ചത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം തെന്നല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച വേല എഴുന്നള്ളിപ്പിന് ഗജരാജൻ പീച്ചിയിൽ ശിവൻ തിടമ്പേന്തി, വേങ്ങശ്ശേരി ഉണ്ണികൃഷ്ണനും സംഘവും നയിച്ച മേളം, തട്ടിമ്പൽക്കൂത്ത്, പഞ്ചവാദ്യം എന്നിവയും എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പകൽപൂരം എഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന, നിത്യപൂജകൾ എന്നിവ നടന്നു. വ്യാഴാഴ്ച പുലർച്ചെ കേളി, പറ്റ്, ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പ് കാവേറിയതോടെ ഈ വർഷത്തെ വേലമഹോത്സവത്തിന് സമാപ്തിയായി.
പ്രണയദിനത്തെ അവിസ്മരണീയമാക്കാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കി മണ്ണാർക്കാട് ഷെഫ് പാലാട്ട്. പ്രണയ ജോഡികൾക്ക് ഒരിക്കലും മറക്കാത്ത അനുഭവമാകുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതത്തോടൊപ്പം നേർത്ത മെഴുകുതിരി വെളിച്ചത്തിൽ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിയാണ് ഷെഫ് പാലാട്ട് ഈ പ്രണയദിനത്തെ വരവേൽക്കുന്നത്. മണ്ണാർക്കാട്ടെ എല്ലാ ആഘോഷങ്ങളിലും വേറിട്ട മാതൃകയൊരുക്കി മണ്ണാർക്കാട്ടെ ജനതയ്ക്കൊപ്പം നിൽക്കാനാണ് UGS ഗ്രൂപ്പും ഷെഫ് പാലാട്ടും ഇക്കാലവും ശ്രമിച്ചിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഫെബ്രുവരി 14-ാം തീയതി ഹോട്ടൽ പാലാട്ട് റെസിഡൻസിൽ നമുക്കറിയാം, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും അല്ലെ പ്രണയത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്, എല്ലാവരും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം ഹോട്ടൽ പാലാട്ട് റെസിഡൻസും മണ്ണാർക്കാട് ഒരുക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഹോട്ടൽ പാലാട്ട് റെസിഡൻസിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് ഇത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിനൊരു പ്രത്യേകിച്ച് ഒരു എൻട്രി ഫീയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മളിതിൽ പറഞ്ഞിട്ടില്ല. അന്ന് നമ്മുടെ ഹോട്ടലിലാണെങ്കിലും അതുപോലെ ബാങ്കറ്റ് ഹോളിലാണ് നമ്മളിത് ഒരുക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ നമ്മൾ ബാങ്കറ്റ് ഹോളിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി 10:30 വരെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് സ്പെഷ്യൽ കുറച്ച് ഒരു മെനു നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ഗോൾഡൻ വെൽക്കം ഡ്രിങ്ക്സ് ആണ്, ഗോൾഡൻ പഞ്ച് മൊജിറ്റോ, അതുപോലെ സൂപ്പ് എന്ന് പറയുന്നത് ഗ്രീൻ വെൽവെറ്റ് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു സൂപ്പ്, അതുപോലെ സലാഡ്, മെക്സിക്കൻ പാസ്ത സലാഡ്, സ്റ്റാർട്ടേഴ്സ് ബഫറ്റ് വിങ്സ്, ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ്, അതുപോലെ ബ്രെഡ് ഐറ്റംസ് ആയിട്ട് ലഫാസ്, നാൻ ആൻഡ് നെയ്പത്തൽ. മെയിൻ കോഴ്സിൽ PRO ശ്യാം, KK സുഹൈൽ, ആനന്ദകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പകുതി വില തട്ടിപ്പ്. ശ്രീകൃഷ്ണപുരത്ത് പണം നഷ്ടപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇവിടെ മാത്രം ലഭിച്ചത് 600ഓളം പരാതികൾ. തട്ടിപ്പ് നടന്നത് കോട്ടപ്പുറത്തെ IRDC, കടമ്പഴിപ്പുറത്തെ ICDC ഓഫീസുകൾ വഴി. കാഞ്ഞിരപ്പുഴയിലെ അമ്യൂസ്മെന്റ് പാർക്കിനെതിരെ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന അഴിമതി ആരോപണം അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ടെന്ന് CPM കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റികൾ. കരാർ ഉൾപ്പെടെ എല്ലാം സുതാര്യമെന്നും രേഖകൾ വിവരാവകാശം വഴി പരിശോധിക്കാമെന്നും നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലത്ത് വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രഖ്യാപിച്ച നഗരസഭാ മാർച്ചിന് ഐക്യദാർഢ്യവുമായി ചേംബർ ഓഫ് കൊമേഴ്സും ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ വ്യാപാരികളെ അർഹമായ രീതിയിൽ പുനരധിവസിപ്പിക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. മണ്ണാർക്കാട് ആനമൂളി റോഡ് നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധം. CPയുടെ നേതൃത്വത്തിൽ മണലടിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. MLA വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും നേതാക്കൾ. പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവും 1 ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. പ്രതി പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.